നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. என்ன மேடம், இந்த ஃபேமிலியோட அவஸ்தை பார்க்கும்போது கஷ்டமா இருக்கு. வர வர சிரி இல்ல, களி இல்ல, ஒண்ணுமே இல்ல. எப்ப பார்த்தாலும் பிரச்சனை தான். ശരവണ് ബോറടിച്ചു തുടങ്ങിയോ? என்ன பத்தி அல்ல மேடம், உங்களை பத்தி, அந்த அம்மாவை பத்தி. அதுதான் எது நேரம் நினைப்பு. உங்களை மாதிரி நல்ல மனசுள்ளவரு എവളവ് ഹാപ്പി ആയിരിക്കേണ്ടവർ. സാരമില്ല ശരവണ, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഇടയിൽ ചില കഷ്ടകാലങ്ങള്. അതൊക്കെ മാറുന്നേ. മോളെ, അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞതല്ലേ? ഇതെല്ലാം കഴിയാറായമ്മേ, പിന്നെന്താ? അതെ, പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ചുറ്റുമുള്ള കുറച്ചുപേരെ വിവാഹ വാർഷികത്തിന് ക്ഷണിക്കണം. നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വാ. ജ്യോതി, നിത്യം കൂട്ടി ഇപ്പൊ തന്നെ അങ്ങ് ഇറങ്ങിക്കോ. അയ്യോ അമ്മേ, എന്തായാലും ജ്യോതി പോകുന്നുണ്ടല്ലോ. ജ്യോതിയുടെ കൂടെ ശരവണ്ണ പറഞ്ഞേച്ച പോരെ? അതമ്മേ, ഞാനത് പറയാൻ തുടങ്ങായിരുന്നു. ശരവണനും നമ്മുടെ കുടുംബത്തിലെ ആൾ തന്നെയാണല്ലോ. പക്ഷേ ശരവണൻ പോകുന്നില്ല. നിത്യമോള് തന്നെ പോയാൽ മതി. അത് വേണ്ടമ്മേ, പറയുന്നത് കേക്ക്. ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നത് കേട്ടാ മതി. ഇനി അഥവാ മോൾക്ക് പോവാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനൊരാഘോഷം വേണ്ടെന്ന് ഞാൻ രഘുവേട്ടനോട് പറഞ്ഞോളാം. അയ്യോ അമ്മേ. നിത്യേച്ചി, പുള്ളിക്കാരി ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുത്താലേ ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ നടപ്പിലാക്കി കളയും കേട്ടോ. അനുഭവം ഉള്ളോണ്ട് പറയുന്നതാ, സമ്മതിച്ചോ? ഇനി ഈ കാര്യത്തിൽ ആരും അഭിപ്രായം പറയണ്ട, തർക്കവും വേണ്ട. നിത്യയും ജ്യോതിയും ഒന്നിച്ചു പോവും. ക്ഷണിക്കേണ്ടവരെ ക്ഷണിക്കുകയും ചെയ്യും. അതാർക്കിഷ്ടമായാലും ഇല്ലെങ്കിലും. അവളെ ഏട്ടനെ കുറിച്ച് ആലോചിച്ചിട്ടും തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. ഇഷ്ടത്തിന് ഒരുപാട് എതിരുകളുണ്ട്. അതൊക്കെ മറികടക്കാമെന്ന് ഇഷ്ടപ്പെട്ടവർ തീരുമാനിച്ചാൽ മതിയല്ലോ. അത് കലക്കട. നിനക്ക് ഇത്രയും പുരോഗമനം ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഇതാ ജ്യോതിയുടെ കാര്യം ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിച്ചോണ്ടിരുന്നേ അല്ലേ? അതേടാ, പക്ഷേ അതെനിക്ക് ജ്യോതിയോട് നേരിട്ട് പറയാൻ പറ്റില്ല. നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നാണോ ഉണ്ടോടാ? ഇക്കാലത്ത് പ്രണയത്തിനിടയിൽ നിൽക്കാൻ ആളെ അന്വേഷിച്ചുകൊണ്ട് നടക്കാന്നൊക്കെ പറഞ്ഞാല് ഞാൻ നിന്നോടല്ലാതെ വേറെ ആരോടാ പറയാ? ശരി, കൂട്ടുകാരനെ കൊണ്ട് പറയിക്കാന്നൊക്കെ പറയുന്നത് ഒരു പഴഞ്ഞ നേടിയ. അപ്പോ ആ കാലത്ത് ഒരു ഐറ്റം തന്നെ നമുക്ക് പിടിക്കാം. നീ അവൾക്കൊരു കത്തെഴുതും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.